ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എടുത്ത വീഡിയോ ആയിട്ടത്. നല്ലൊരു മഴയായിരുന്നു. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ വെയിലും ചൂടും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനൊരു മഴ കാണുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ പോയി വീഡിയോ എടുത്തതാട്ടോ. കുറച്ച് നേരമായിട്ടോ അങ്ങനെ മഴ പെയ്തോളൂ, പക്ഷേ പെയ്തത് നല്ലൊരു മഴയായിട്ട് നല്ലോണം വെള്ളം കിട്ടുകയും ചെയ്തായിരുന്നു. അങ്ങനെ കുറേ സമയം മഴയൊക്കെ അങ്ങനെ നോക്കി നിന്നിട്ടോ. നല്ല തണുപ്പ് കിട്ടിയപ്പോൾ നല്ല ചൂട് സമയത്ത് പെട്ടെന്ന് വൈകുന്നേരം കിട്ടിയ മഴയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഭൂമി തണുപ്പും കിട്ടി. പിന്നെ വീഡിയോ ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാക്കാം. അപ്പോൾ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. ഇന്നപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നീർദോശ എന്നൊക്കെ പറയില്ലേ, കലക്കി ചുട്ടപ്പം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാണ്. പിന്നെ ഒരു പാത്രത്തിൽ തിളപ്പിച്ച വെള്ളവും വേറൊരു പാത്രത്തിൽ പച്ചവെള്ളവും, ചൂടുവെള്ളവും പച്ചവെള്ളവും അടുത്തടുത്ത് വയ്ക്കണം. എന്നിട്ട് ചൂടുവെള്ളം ആദ്യം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, വീണ്ടും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക, വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക, വീണ്ടും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നീർദോശയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആകുമ്പോൾ നിർത്താട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ മാവ് കലക്കിയെടുക്കുന്നത്. ഇത് വറുത്തരിപ്പൊടി വെച്ചിട്ട് ചെയ്യണതാട്ടോ. അപ്പോൾ പച്ചരി വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ തലേദിവസം വെള്ളത്തിൽ കുതിർത്തിട്ട് മിക്സിയിൽ അരച്ചിട്ട് ചേർത്താൽ മതി. അപ്പോൾ പിന്നെ ഇങ്ങനെ ഈ പ്രോസസ്സ് ഒന്നും ചെയ്യണ്ട. പച്ചവെള്ളത്തിൽ തന്നെ മാവ് അരച്ച് ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇത് വറുത്തരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം. പച്ചവെള്ളത്തിൽ മാത്രം കുഴച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്കിങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ചൂടുവെള്ളം മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടില്ല, ഭയങ്കര കട്ടിയുള്ള അപ്പമായി പോകും. അപ്പോൾ അതിനാണ് ചൂടുവെള്ളം പച്ചവെള്ളം കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കണത്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കണത് കേട്ടോ. അത് മസാല ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സ്നാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള മസാലയാണിത്. ഈ മസാല നമ്മൾ സവാള നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് ഒരു 3-4 സവാള ഉണ്ട്. അത് വാടി വന്നപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അതും വാടി വന്നപ്പോൾ വേപ്പില ഇട്ടിട്ട് വളരെ കുറച്ച് പൊടികളെ ഇടാവുള്ളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, അത്ര ഇട്ടാൽ മതി. വേണമെങ്കിൽ ഒരു നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ അതിലേക്ക് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇത് നമ്മുടെ ബാറ്ററിനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലമാവ്, ഇപ്പോൾ നമ്മളൊരു കപ്പളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് കടലമാവ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് മൈദ, 1/2 കപ്പ് അരിപ്പൊടി, ആ ഒരു അളവിനാണ്. ഞാൻ ഇപ്പോൾ സ്പൂൺ കണക്കിനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാവ് കുറച്ചെടുക്കുക. അപ്പോൾ കൂടുതൽ കടലമാവ്, അതിൻ്റെ പകുതി മൈദ, അതിൻ്റെയും പകുതി അരിപ്പൊടി, അങ്ങനെയായിട്ട് എടുത്തേക്കണത്. പിന്നെ അതിലേക്ക് ഇതേപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് കായപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് അയമോദകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അയമോദകം നല്ലതാണ് നമ്മുടെ വയറിനുമൊക്കെ. അപ്പോൾ ഈ ചൂട് സമയത്ത് ഗ്യാസും ഉരുളക്കിഴങ്ങാണല്ലോ, അപ്പോൾ ഗ്യാസൊന്നും ഉണ്ടാവില്ല. അയമോദകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുള്ളൂ. കടലമാവിനൊക്കെ പെട്ടെന്ന് വെള്ളം അധികമായി പോകും. അപ്പോൾ കുറേശ്ശെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ മാവ് മുങ്ങി നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി എത്തുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മസാല റെഡിയാക്കി വെച്ചത് ഉരുട്ടി ആ ഉരുളകൾ ഈ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂട് സമയത്തും നോമ്പ് സമയത്തൊക്കെ ഒരുപാട് മസാലകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറിന് ഇങ്ങനെ ഒരു ഭയങ്കര അസ്വസ്ഥത എടുക്കും. അതുകൊണ്ട് മസാലകളും പൊടികളൊക്കെ കുറച്ചിട്ടാൽ മതി. കൂടുതൽ പൊടികൾ ഇടണോണ്ട് കൂടുതൽ ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. പൊടികൾ കുറഞ്ഞത് കഴിക്കാനാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോ ബോൾസ് ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട്
എണ്ണം കൂട്ടിയിട്ടതാണ്. അപ്പോൾ എല്ലാ സൈഡും വേവായോന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ചെക്ക് ചെയ്യേണ്ടി വരും. അതേസമയം ഓരോന്നോരോന്ന് ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് ആവും കേട്ടോ. അങ്ങനെ മസാല ബോണ്ട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എൻ്റെ ഈ മസാലയിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറിയുടെ ബാലൻസ് ഉണ്ടായ 2 പീസ് ചിക്കൻ ഉണ്ടായി, അതും പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. മസാല ബോണ്ടയിൽ ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഞാനത് ഇരുന്നുകൊണ്ട് ഇട്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ടൊരു മുട്ടക്കറി തട്ടിക്കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പമൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണെങ്കിൽ തണ്ണിമത്തൻ റെഡിയാക്കി അതും ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മസാല ബോണ്ട ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മസാല ഉണ്ടാവും കേട്ടോ, അത് കളയണ്ട. അത് നല്ല ടേസ്റ്റാണ് ആ മസാലയ്ക്ക്. ആ മസാല മാത്രമായിട്ട് നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം, അതിനും ടേസ്റ്റാണ്. അതല്ലെങ്കിൽ അതിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് നമുക്ക് അരിഞ്ഞിട്ടിട്ട് വട്ടത്തിലോ നീളത്തിലോ ഒക്കെ അരിഞ്ഞിട്ടിട്ട് ഈ മസാലയിലിട്ടിട്ട് മുക്കി ഫ്രൈ ചെയ്ത് അങ്ങനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന ആ മാവെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അടുത്ത ദിവസം എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.